ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് നമ്മളൊരു കാറ്ററിങ്ങിൻ്റെ വീഡിയോസായിട്ടാണ് വരുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു, വിളിച്ച് പറഞ്ഞാൽ അവരോട് എത്തിച്ചു തരും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യണം, സംഭവങ്ങളൊക്കെ ഉണ്ടോ നോക്കുകയാണ്. നമ്മൾ ബിരിയാണി വെക്കാൻ ഒരുങ്ങിയിട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സംഭവങ്ങളൊന്നും ഓരോന്ന് മിസ്സിങ് ആണെങ്കിൽ നമുക്ക് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ മിനിഞ്ഞാന്നൊരു കാറ്ററിങ് ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവച്ചു. അപ്പോൾ ഇത് 3 കിലോ ചിക്കൻ ബിരിയാണിയാണ്. ഈ ബിരിയാണി കൊടുക്കുമ്പോൾ നമുക്കൊരു വേജാറും ഒരു വെത്തപ്പാടൊക്കെയാണ് കേട്ടോ. കാരണം ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത് പഴയ കാല വെപ്പുകാരൻ്റെ വീട്ടിലേക്കും കൂടിയാണ് കേട്ടോ. കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ വെക്കാൻ പോയ ആളെ വീട്ടിലേക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ ബിരിയാണി അവർക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ, നമ്മളത് ശരിയാവുമോ എന്നുള്ള. ഓര് തന്നെ വലിയ വെപ്പുകാരല്ലേ. എന്തായാലും അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പം തേങ്ങയൊക്കെ 2 കൊണ്ടുവന്നിട്ട്, തേങ്ങ ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ 1-2 തേങ്ങ വാങ്ങുള്ളൂ. പിന്നെ തേങ്ങൻ്റെ ആവശ്യത്തിന് തേങ്ങ തന്നെ വേണമല്ലോ. ഇതൊരു ഉച്ചക്ക് 2 മണിക്കാട്ടോ എനിക്ക് ഓർഡർ കിട്ടിയത്. അപ്പം തന്നെ ഞാൻ സാധനമൊക്കെ വിളിച്ച് പറഞ്ഞു, ഒരു 8 മണിയാകുമ്പോഴത്തേന് ചോറ് വേണമെന്ന് അവർ പറഞ്ഞിനി. അങ്ങനെ ചിക്കനും വിളിച്ചറിഞ്ഞു. ചിക്കനും സാധനങ്ങളൊക്കെ എത്തിയിട്ടാട്ടോ പിന്നെ ഞാൻ പണിക്കൊരുങ്ങണ്. പിന്നെ ഒരു 4 മണിക്കായിട്ടാണ് കിച്ചണിക്ക് വന്നത്. 3 കിലോനായതുകൊണ്ട് നമുക്ക് അത് തന്നെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ചിക്കനൊക്കെ കഴുകി മാറ്റി നമുക്കതൊന്ന് കായം കൂട്ടി വെക്കാം. പച്ചക്കാണ് കേട്ടോ വെക്കണത്. അപ്പം കുറച്ച് മുളകും മഞ്ഞളും ഉപ്പും പെരിഞ്ചീരകമൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം കുഴച്ചുകൊണ്ട് ഫ്രിഡ്ജിക്ക് മാറ്റുകയാണ്. നമ്മൾ മസാലയൊക്കെ തയ്യാറായി അരിയൊക്കെ വെന്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുള്ളൂ. അതുവരെയും ഫ്രിഡ്ജിൽ കടന്നുകൊണ്ട് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അതിന് ഈ പൊരിച്ച് ബിരിയാണി വെക്കണേലേറെ ടേസ്റ്റ് പൊരിക്കാതെ വെക്കണതാട്ടോ. ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ പൊരിച്ച് വെച്ചാലേ ഉടയില്ല. എന്നാൽ ഈ മഞ്ഞളും മുളകും ഒക്കെ തേച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പൊരിച്ച് വെച്ച ആ ഒരു ഫീലുണ്ടാവും. പിന്നെ അതൊക്കെ നമുക്കൊരു ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ചെയ്യുമല്ലോ നമ്മൾ. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി നമുക്ക് വല്യുള്ളിയും ഒക്കെ തൊലിച്ചെടുക്കണമല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ 2 ഉണ്ട്. അപ്പോൾ ഒക്കെ നല്ലതാണോ നോക്കുകയാണ്. ചിലപ്പോൾ കൊണ്ടുവരുമ്പം അത് ആകെ കേടുന്ന തേങ്ങയ്ക്കാരം. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. എനിക്കധികം തേങ്ങയ്ക്ക് ചിലവ് രാവിലത്തെ കറിക്കാണ് കേട്ടോ. രാവിലെ പിന്നെ എന്തായാലും കുറച്ച് അധികം കറി വേണം. ഉച്ചയ്ക്ക് പിന്നെ എല്ലാവരും സ്കൂൾക്ക് പോകും. പിന്നെ വൈകുന്നേരത്തിന് വല്ല താളിപ്പാണെങ്കിലും കുഴപ്പമില്ല, തേങ്ങ അരച്ച കറി ഉണ്ടാക്കാൻ ഞാൻ മതി. ഈ രാവിലത്തെ കറി എന്തായാലും തേങ്ങ അരച്ചിട്ട് തന്നെ വേണം. ഞാൻ 1 കിലോ ബിരിയാണി ആണെങ്കിൽ 1/2 കിലോ സവാള എടുക്കും. ഇത് 3 കിലോ ബിരിയാണി. അപ്പോൾ ഞാൻ അവരോട് 1.5 കിലോ സവാള മതി പറഞ്ഞു. അപ്പോൾ ഈ 1.5 കിലോ വാങ്ങിയാൽ മസാലയ്ക്കും പൊരിച്ച് കോരാനും പിന്നെ തൈരുക്കും ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ 1.5 കിലോ മേടിച്ചാൽ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ കറക്റ്റ് ആയിക്കാരം. 2 ഏറെ ഉണ്ടെങ്കിലും കുറവായി വരില്ല. കുറഞ്ഞാലല്ലേ നമുക്ക് ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ ബിരിയാണി ഒന്നും 1 കിലോന് 1.5 കിലോനൊന്നും ഉണ്ടാക്കി കൊടുക്കൂല കേട്ടോ. 2 കിലോ എന്നാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ ഉള്ളിയൊക്കെ തോലൊളിച്ചു അതൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ ഇടട്ടെ. നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ വിരലിലും ഇട്ടുങ്ങാണ്ട് അരിയണം. വിരലൊക്കെ ഒരു പരുവത്തിലയക്കണ്. എന്നാൽ വിരലുമ്മ ഗ്ലൗസ് ഉണ്ടല്ലോ, കയ്യൊറ, അതൊക്കെ ഇടുമോ? അതും ഇടൂല. അതെനിക്ക് ആ ചൂണ്ട് വിരലുമ്മ ഞാൻ ഇട്ടാൽ പിന്നെ അടുത്ത വിരലിൽ വെച്ചുകൊണ്ടാണ് ഉള്ളി അരിയുക. മോനെ എല്ലാവരും ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊന്ന് അരിഞ്ഞു നോക്കി ഇറങ്ങാണ്ടേ ആ സ്ലൈസർ വെച്ച് നമ്മളെ കടയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല സുഖം കിട്ടും അതിട്ട് അരിയാൻ. ഏതായാലും ഉള്ളിയൊക്കെ ഫുൾ അരിഞ്ഞെടുത്തു. പൊരിക്കാനും എല്ലാത്തുക്കും ഉള്ള ഉള്ളി കേട്ടോ അത് അരിഞ്ഞെടുത്തത്. അങ്ങനെ 3 കിലോക്കുള്ള ഞാൻ ആ കുക്കർക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ ബിരിയാണി വെപ്പൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നതല്ലേ. പിന്നെ അതിലേക്കുള്ള തക്കാളിയും മസാലകളൊക്കെ ഇട്ടെടുത്തുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് കുക്കറിൽ 2-3 വിസിൽ അടുപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാകുമ്പോൾ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടാൻ നിൽക്കണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. പിന്നെ ബിരിയാണി വെക്കണത് ഒരു ഭാരയേ ആവില്ല കേട്ടോ അങ്ങനെ ചെയ്താൽ. അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടൊന്ന് ചെയ്ത് നോക്കേണ്ടി. ഇങ്ങനെ ഇതൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു ഉഷാറിനും വേണ്ടി മധുരം കുറച്ചങ്ങാണ്ട് ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള ചായ ഒക്കെ ഉണ്ടാക്കിയാണ്ട് കുടിച്ചിട്ട് വേണം ബാക്കി പണിക്ക് നിൽക്കാൻ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ചായ ഞാൻ രാവിലെ തീരെ കുടിക്കലില്ല. വൈകുന്നേരം ചിലപ്പം ഇങ്ങനെ നല്ല മഴയൊക്കെ വരുമ്പോണ്ടല്ലോ മധുരം കുറച്ചങ്ങാണ്ട് ഒരു ഗ്ലാസ് ചായ നല്ല ചൂടിൽ വേണം കേട്ടോ. തണുത്തതൊന്നും ഞാൻ കുടിച്ചില്ല, നല്ല തിളച്ച ചായ. അങ്ങനെ അതൊക്കെ കുടിച്ച് നല്ല ഉഷാറായിങ്ങാണ്ട് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചൊക്കെ ഞാനൊരു ചട്ടിക്ക് ഇട്ട് കൊടുത്തേക്കണ്. അടുപ്പൊക്കെ കത്തിച്ച് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ അതിക്ക് മല്ലിച്ചപ്പും തൈരും ഒക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തങ്ങാണ്ട് പിന്നെ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, നമ്മളെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച ചിക്കൻ, അത് അതിക്കിട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കുക്കറിൽ ഇങ്ങനെ ഉള്ളി വേവിച്ചാലേ നല്ലോണം വാടിക്കിട്ടും. നമ്മളെങ്ങനെ അടുപ്പത്ത് വാട്ടിയാലും ഇങ്ങനെ വാടൂല. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഞാൻ അരിയൊക്കെ 3 കിലോ
റൈസ് ഇന്നും നെയ്ച്ചോറാക്കിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൈമ റൈസാണ് ഞാൻ നെയ്ച്ചോറിന് ഉപയോഗിച്ചത്. അപ്പം അതൊക്കെ നല്ലോണം കഴുകി വാരി വെച്ചിക്കണം കേട്ടോ. അങ്ങനെ ഈ മസാലയൊക്കെ തയ്യാറായപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. നമുക്ക് ഈ മസാലയെ വേറെ ചെമ്പക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ കൂടെ ആദ്യം ഇങ്ങനെ നോക്കി നിൽക്കണുണ്ട് കേട്ടോ. ഓൾക്ക് പിന്നെ ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിങ്ങനെ കണ്ട് നിൽക്കണത് ഒരു ഇഷ്ടമാണ്. ഇവൽക്കൊക്കെ അത് കണ്ട് കണ്ട് മടുത്താണ് ഈ ബിരിയാണി വെപ്പൊക്കെ. ഇവലൊക്കെ ഫേവറേറ്റ് പിന്നെ കഞ്ഞി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ മക്കൾക്ക് അങ്ങനെ അഞ്ഞ് വെച്ച് കൊടുക്കണ്ട് വിചാരിച്ചങ്ങാണ്ട് അങ്ങനെ ബിരിയാണി വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ വെച്ച് കൊടുക്കണതിനൊക്കെ നമ്മൾ വെക്കാൻ നിന്നാൽ അതിന് തന്നെ ഒഴിവുണ്ടാവുള്ളൂ. ഈ ഉച്ചയ്ക്ക് ശേഷം കിട്ടുന്ന കാറ്ററിങ് നമുക്ക് നല്ല സുഖമാട്ടോ. കാരണം നമ്മളെല്ലാ ജോലിയും കഴിഞ്ഞിട്ടല്ലേ അതിന് നിൽക്കുക. മറ്റേത് അതിൻ്റെ ഇടയിൽ നമുക്ക് ക്ലീനിങ് ഉണ്ടാവും, നമ്മളെ കുക്കിംഗ് ഉണ്ടാവും, ഒക്കെ ഉണ്ടല്ലോ. ഇത് നമ്മളെ കുക്കിങ്ങും കഴിഞ്ഞതാണ്. അപ്പം നല്ല സമാധാനത്തിൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഞാനിതിൻ്റെ മുകളിലും വാഴൻ്റെല വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. വാഴൻ്റെല സംഭവത്തിൽ ഇവിടെ കിട്ടാനുമില്ല. അതൊക്കെ തിരഞ്ഞ് പിടിച്ച് പോകണം. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ ചോറ് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ നമുക്ക് ബിരിയാണിക്ക് ഉള്ളി പൊരിച്ച് കോരണമല്ലോ. അതൊക്കെ അടുപ്പത്ത് വെച്ചിനി. അപ്പോൾ അതൊക്കെ അയക്കണമൊക്കെ പൊരിച്ച് കോരട്ടെ. അപ്പോൾ ചോറൊക്കെ എന്തായി നോക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുപ്പ് നല്ലോണം കത്തണുണ്ട്. നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് അടുപ്പ് ആ കനലിൽ കടന്നാൽ മതി ചോറ്. അതൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തു. അപ്പം നെയ്യാനേ കട്ട അല്ലേ, അപ്പം ഉരുകാൻ വേണ്ടി ആ ചൂട് തന്നെ വെച്ച് കൊടുത്തേക്കാണ്. അതൊക്കെ പിന്നെ ഞാൻ നല്ലോണം വേവിച്ചെടുത്ത്. അപ്പോൾ ചോറൊക്കെ സെറ്റായി. അപ്പം നമുക്ക് മസാലൻ്റെ മുകൾക്ക് നേരിട്ട് തന്നെ ചോറിട്ട് കൊടുക്കുക. അങ്ങനെ ചോറൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബിരിയാണി മസാലയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഈ കൈമ റൈസ് കൊണ്ട് ബിരിയാണി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണ്ടേ. തിളപ്പിച്ച് ഊറ്റി വെക്കരുത്, നെയ്ച്ചോറാക്കി വെക്കണം. നമുക്ക് വീട്ടിലേക്ക് വെക്കണം അതേമാതിരിയുടെ ഞാൻ പുറത്തേക്കും വെച്ച് കൊടുക്കുന്നത്. കാരണം നമ്മളെ വീട്ടിലത്തെ ഫുഡിനാണല്ലോ ആൾക്കാർ പ്രാധാന്യം ചെയ്യണത്. അപ്പോൾ വീട്ടിലത്തെ ഫുഡിനാണ് നമ്മളെ വീട്ടിലേക്കും തന്നെ ഓർഡർ ചെയ്യണത്. വീട്ടിൽ നിന്നാകുമ്പോൾ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടുമല്ലോ. അപ്പം നല്ല സാധനങ്ങൾ വെച്ചുകൊണ്ടും ഒരു കെമിക്കലും ഒന്നും ഇല്ലാതെയും നല്ല വൃത്തിയിലും ചെയ്ത് കൊടുക്കുക. അതാണിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ അതൊക്കെ ദമ്മിട്ടെടുത്ത് നമുക്കിതിൻ്റെ മുകൾക്ക് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുക. എന്തായാലും ഇപ്രാവശ്യം കിട്ടിയ അലുമിനിയം ഫോയിൽ പേപ്പർ കുറച്ച് വലുപ്പമുള്ളതാണ്. അപ്പോൾ ഒന്നെന്നെ മതി ഒരു ചെമ്പിന് അടച്ച് വെച്ച് മൂടി കൊടുക്കാൻ. ഇതാകുമ്പോൾ എന്താ പറയുക, മൈദ വെച്ചുകൊണ്ട് ഒട്ടിക്കാനൊന്നും നിൽക്കണ്ട, ആവിയൊന്നും പുറത്തേക്ക് പോവില്ല. അപ്പം നമ്മളെ ബിരിയാണി സെറ്റായിട്ടോ. നമുക്ക് തൈരൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ആദ്യമൊക്കെ ഞാൻ ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തിയൊക്കെ അരച്ചു കൊടുത്തിന്. ഇപ്പോൾ പിന്നെ തേങ്ങൻ്റെ വില കൊണ്ട് ചമ്മന്തി അരച്ചു കൊടുക്കൂല. അപ്പോൾ ഞാൻ 2 അച്ചാർ നാരങ്ങ അച്ചാർ വെച്ച് കൊടുത്തത് കേട്ടോ. ഇതും നമ്മളെ കുടുംബശ്രീ ഉൽപ്പന്നമാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ ഞാനിത് കുറച്ചധികം വാങ്ങി വെക്കല. അങ്ങനെ കാറ്ററിംഗ് ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.